ഹായ്, എല്ലാവർക്കും നമസ്കാരം. കണ്ണൂരിലെ തമിഴ്നാട്ടുകാരായിട്ടുള്ള ദമ്പതികളുടെ 4 മാസം പ്രായമായിട്ടുള്ള കുഞ്ഞിനെ 12 വയസ്സുകാരിയായിട്ടുള്ള ജ്യേഷ്ഠപുത്രി കിണറ്റിലെറിഞ്ഞ് കൊന്നു. ആ വാർത്തയാണിപ്പോൾ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ പ്രതികളെ ഈ കുടുംബത്തിലുള്ള ആരെങ്കിലും തന്നെ ആയിരിക്കുമെന്നുള്ള സംശയം പുറത്തു വന്നിരുന്നു. കാരണം ഇവരുടെ വീട്ടിലേക്ക് വേറെ ആരും കയറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അമ്മയോ അച്ഛനോ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം ഈ കുഞ്ഞിനെ കൊന്നത്. കാരണം 4 മാസമായ കുഞ്ഞ് തനിയെ എഴുന്നേറ്റ് പോയി കിണറ്റിൽ വീഴില്ലോ എന്തായാലും. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം എന്നുള്ളൊരു സംശയത്തിൻ്റെ പുറത്താണ് ഈ കുടുംബാംഗങ്ങളെ കസ്റ്റഡിയിലെടുക്കുകയും ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്തത് പോലീസ്. ഇതിനിടയ്ക്കാണ് ഈ 12 വയസ്സുകാരിയാണ് ഈ കൊലപാതകം നടത്തിയെന്ന് പോലീസുകാർക്ക് മനസ്സിലാവുന്നത്. അതിന് ആ കുട്ടി പറയുന്ന കാരണം, ഒരു കുട്ടി കൂടി ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും തന്നോടുള്ള സ്നേഹം അമ്മയ്ക്കും അച്ഛനും കുറഞ്ഞു പോവും എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ കുഞ്ഞിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കിണറ്റിലെടുത്തിട്ടതെന്നാണ് പറയുന്നത്. ഈ മരിച്ച കുട്ടിയുടെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മകളാണ് ഈ 12 വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടി. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഈ കുട്ടിയുടെ സംരക്ഷണം ഇവർ ഏറ്റെടുക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയും കാലം സ്വന്തം അച്ഛനെ പോലെയും അമ്മയെ പോലെയും തന്നെ ഇവർ സ്നേഹിച്ച് പരിപാലിച്ച് പെൺകുട്ടിയെ കൊണ്ടു നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ഇളയ കുട്ടി കൂടി ഉണ്ടാവുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ചുറ്റുവട്ടത്തുള്ള ആളുകളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആരെങ്കിലുമൊക്കെ അല്ലെങ്കിൽ കൂട്ടുകാരോ ഒക്കെ സ്വാഭാവികമായിട്ട് പറയും, ചെറിയ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ കുട്ടികളോടുള്ള സ്നേഹം കുറയും. ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലൊക്കെ അങ്ങനെ പലരും ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇളയ കുട്ടി ഉണ്ടാവുന്ന സമയത്ത് തമാശ രൂപേണയെങ്കിലും മൂത്ത കുട്ടിയോട് ചില ആളുകൾ പറയും, കുഞ്ഞുവാവ് വന്നില്ലേ, ഇനി നിന്നോടുള്ള സ്നേഹം കുറയും അച്ഛനും അമ്മയ്ക്ക് എന്ന് പറയും. ചില കുട്ടികളെങ്കിലും അത് വളരെയധികം വൈകാരികമായി എടുക്കും. വളരെയധികം മാനസിക പ്രയാസങ്ങൾ അതുകൊണ്ട് ഉണ്ടാവും. ഈ ചെറിയ കുട്ടിയോട് ദേഷ്യം ഉണ്ടാവും. അങ്ങനെയുള്ള അല്ലെങ്കിൽ ആ കുട്ടികളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് കുട്ടികൾക്ക് ഉണ്ടായതായിട്ട് നമുക്ക് അറിവുണ്ട്. ഇതിനെ ബേസ് ചെയ്ത് 1-2 സിനിമയുണ്ട്. ജയറാമിൻ്റെയും മോൻ്റെ സിനിമയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇളയ കുട്ടി ഇങ്ങനെ അതിനോട് അമിത സ്നേഹം കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ കൊല്ലുന്നതൊക്കെ. അതുപോലെ തന്നെ ആയിരിക്കണം ഈ സംഭവം നടന്നിട്ടുണ്ടാവുക. പ്രത്യേകിച്ച് ഈ കുട്ടി അവരുടെ സ്വന്തം മകളല്ലാതിരിക്കുകയും സ്വന്തമായിട്ട് അവർക്കൊരു കുഞ്ഞ് ജനിക്കുകയും ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരാൾ ഈ കുട്ടിയെ കേൾക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി കുഞ്ഞുണ്ടായല്ലോ എന്നെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഈ കുട്ടിയുടെ മനസ്സിനെ അത് വളരെയധികം ബാധിക്കും. അങ്ങനെ ആരെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവണം. അല്ലെങ്കിൽ അതുവരെ അവൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്നേഹത്തിൽ ഒരു പങ്ക് ഈ ചെറിയ കുട്ടിക്കും കൂടി ഇവർ കൊടുക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ടായിരിക്കണം നീ ഈ കുഞ്ഞ് വളർന്ന് വലുതാകും തോറും തന്നോടുള്ള ഇഷ്ടം കുറഞ്ഞു വരുമോ എന്നുള്ള ഭയം. താൻ അവരുടെ സ്വന്തം കുട്ടിയല്ല, അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ സ്വന്തം കുഞ്ഞിനോട് തന്നേക്കാളേറെ ഇഷ്ടമുണ്ടാവും എന്ന് ധരിച്ചതുകൊണ്ടായിരിക്കും ഈ കൊലപാതകം നടത്തിയിട്ടുണ്ടാവുക. എന്തു തന്നെയായാലും ഒരു 12 വയസ്സുകാരി എന്താണ് സംഭവിക്കുക, ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, തൻ്റെ ജീവിതം എങ്ങനെ മാറി മറിയും എന്നുള്ളതൊന്നും ചിന്തിക്കാൻ കഴിവില്ലാത്തൊരു പ്രായമാണ് അല്ലേ. ഇതിനെ തുടർന്ന് എന്തൊക്കെ സംഭവങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും, തൻ്റെ ജീവിതം എങ്ങനെ മാറി മറിയുന്നൊന്നും അതിനറിയില്ല. അപ്പം തോന്നിയ ഒരു തോന്നല് അപ്പോഴത്തെ ഒരു വികാരത്തിൻ്റെ പുറത്ത് ചെയ്തതാണ്. എന്തായാലും അതിനെ ജുവനൈൽ ബോർഡിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി അതിൻ്റെ ജീവിതം അവിടെ തന്നെയായിരിക്കും. കാരണം ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ ജുവനൈൽ ബോർഡ് തന്നെയായിരിക്കും ഈ കുട്ടിയുടെ ഇനിയുള്ള ജീവിതം എന്ന് തന്നെയാണ്. ഇപ്പോൾ ഉള്ള നിലവിലുള്ള അച്ഛൻ്റെ അമ്മയുടെയും വാത്സല്യവും സ്നേഹവും ഒക്കെ കൂടിയാണ് നഷ്ടപ്പെടുന്നത്. അതൊന്നും തിരിച്ചറിയാനുള്ളൊരു കഴിവ് ആ കുഞ്ഞിന് ഇല്ലാതെ പോയി. അതിനെ കുറ്റപ്പെടുത്താനും കഴിയുന്നില്ല. എന്നാലോ ചെയ്തത് കുറ്റമല്ലേന്ന് ചോദിച്ചാൽ തീർച്ചയായും കുറ്റം തന്നെയാണ്. ആ കുറ്റത്തിൻ്റെ ആഴം എത്രയാണെന്ന് തിരിച്ചറിയാതെയാണ് അത് ചെയ്തതെന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം ഈ കുഞ്ഞ് മരിച്ചു പോയാലും തനിക്ക് ലഭിക്കില്ല എന്നുള്ള ചിന്ത ആ കുട്ടിക്ക് ഉണ്ടാവണ്ടേ. ഈ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് താനാണ് അതിന് കാരണക്കാരി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും തന്നെ ഇനി സ്വീകരിക്കില്ല, അവർ തന്നെ സ്നേഹിക്കില്ല എന്ന തിരിച്ചറിവുണ്ടായിരുന്നെങ്കിൽ അവളത് ചെയ്യില്ലായിരുന്നു. അത്രമാത്രം തിരിച്ചറിവ് പോലും ഇല്ലാതായിപ്പോയി ആ കുഞ്ഞിനെ എന്നുള്ളതാണ് ഈ കുറ്റകൃത്യത്തിലേക്ക് അതിനെ നയിച്ചതെന്ന് പറയേണ്ടി വരും. എന്തു തന്നെയായാലും ഇനി തെളിവെടുപ്പ് അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ അതിനെ ആളുകളുടെ മുന്നിൽ കൊണ്ടു നടന്ന് അതിനും കൂടി മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള അവസരം ഇല്ലാതിരിക്കട്ടെ. കാരണം ഇനി നമ്മുടെ പ്രൊസീജിയറൊക്കെ അങ്ങനെയാണല്ലോ, കിണറ്റിൻ്റെ അടുത്ത് കൊണ്ടുവരികയും തെളിവെടുക്കുകയും എങ്ങനെയാണ് എറിഞ്ഞതെന്ന് കാണിക്കുകയും ഒക്കെ ചോദ്യം ചെയ്യലും പറച്ചിലൊക്കെ ഉണ്ടാകും. കൊച്ചുകുട്ടിയാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവർക്ക് FIR ഇടേണ്ടതും കേസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും തെളിയിക്കേണ്ടതും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഇതിൻ്റെയൊക്കെ തെളിവെടുപ്പൊക്കെ ഈ കുട്ടിയെ വെച്ച് നടത്തേണ്ടത് ആവശ്യമാണ്. പക്ഷേ അതിൻ്റെ മനസ്സിനെ അത് എങ്ങനെയെല്ലാം ബാധിക്കും എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയാം. കാരണം എട്ടും പൊട്ടും തിരിയാത്തൊരു പ്രായമാണ് 12 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ. കുഞ്ഞുങ്ങൾ തന്നെ അല്ലേ, കുഞ്ഞ് എന്ന് തന്നെ പറയേണ്ടി വരും. കൊച്ചു കുഞ്ഞായിട്ട് തന്നെയാണ് നമ്മൾ 12 വയസ്സുള്ള മക്കളെയൊക്കെ കണക്കാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനാകെ ഭയപ്പാടായിരിക്കും ഇപ്പം തന്നെ ഉണ്ടായിട്ടുണ്ടാവുക. കാരണം അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം നഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്ത ഒരു സംഭവം അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കുടുംബത്തിൽ നിന്നും അകന്നു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർത്തു എന്നുള്ള തിരിച്ചറിവുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് അച്ഛൻ്റെ അമ്മയുടെ സ്നേഹത്തിന് കീഴിൽ കഴിയണം, ആ സ്നേഹം തനിക്ക് തന്നെ കിട്ടണമെന്ന് ചിന്തിച്ച ഒരു കുഞ്ഞിന് പെട്ടെന്ന് അതൊക്കെ നഷ്ടപ്പെട്ട് ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുമ്പോൾ തന്നെ താങ്ങാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ പോലീസുകാരുടെ ചോദ്യം ചെയ്യലും മറ്റ് തെളിവെടുപ്പും ഒക്കെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ടാവും. സ്വാഭാവികമല്ലോ, കൊച്ചു കുട്ടിയല്ലേ, അവർ ഭയപ്പെടുത്താതെ സാവകാശം നല്ല രീതിയിലൊക്കെ ആയിരിക്കും ചോദിച്ച് മനസ്സിലാക്കുക. എന്നാലും ആളും ബഹളവും ക്യാമറയും പോലീസുകാരെയൊക്കെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ മനസ്സിലൊരു ഭയം ഉണ്ടാവും. ആ ഭയം അതിനെ എങ്ങനെ മാറ്റിയെടുക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പല കേസുകളിലും ജുവനൈൽ ബോർഡിലൊക്കെ താമസിച്ച് പുറത്തിറങ്ങുന്ന കുട്ടികൾ പക്ക ക്രിമിനലുകളായിട്ടാണ് ഇറങ്ങുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ട അറിവ് നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള മാനസികാവസ്ഥയിലാണ് ശിക്ഷ കഴിഞ്ഞാൽ കുട്ടി പുറത്തിറങ്ങാന്നൊന്നും പറയാൻ കഴിയില്ല, നല്ലതോ ചീത്തയോ. എന്തു തന്നെയായാലും 2 കുട്ടികളുടെയും ജീവിതം ഒരു ഫുൾ സ്റ്റോപ്പായി തീർന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം അതിന് ജീവൻ ഉണ്ടെങ്കിലും ജീവിതം ഇല്ലാത്ത അവസ്ഥയായി 12 വയസ്സുകാരിക്ക്. അതുപോലെ 4 മാസമായ കുഞ്ഞിന് അതിൻ്റെ ജീവനും നഷ്ടപ്പെട്ടു. ഒരു നിമിഷത്തെ ചിന്തയില്ലായ്മ, അവിവേകം, ദേഷ്യം, ഒരു നിമിഷത്തെ വികാരത്തിൻ്റെ പുറത്ത് ചെയ്ത ഒരു പാതകം അത് ഒരു കുടുംബത്തെ എങ്ങനെയൊക്കെ ബാധിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കുട്ടികളെയൊക്കെ എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കുമ്പോൾ 100 വട്ടം ആലോചിക്കുക. അത് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിനെ അത് എങ്ങനെ ബാധിക്കും എന്നുള്ളത് കൂടി ചിന്തിച്ചിട്ട് അവരോട് ഓരോന്നും പറയുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ.